ഇതിനാടി വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു? എന്റെ പൊന്ന് സുഭാഷ്, ഈ ഫോൺ ഓഫായി പോയി 20 മിനിറ്റ് ആയി ഇപ്പൊ ഓഫായി ഇരിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എങ്ങനെ എടുക്കാനായിട്ടാ? നീ കവർ നോക്കിട്ടോ? കവറിട്ട വേറൊന്നും അല്ല, എനിക്കറിയാം നിന്നെ. നീ അതിനി സൂക്ഷിച്ചോണം, ഒരു ഉത്തരവാദിത്തം കാണിക്കണം. ഇത്തിരി വിലയുള്ള സാധനം. നീ എന്നതാടി കാണിക്കുന്നത് വെച്ചോണ്ട്? തല ചൊറി ഇപ്പൊ കൊണ്ടുവന്ന സാധനം വെച്ചിട്ട് തല ചൊറിയുന്നു. ബോധമുണ്ടോ നിനക്ക്? എന്തെങ്കിലും ഒരു വിലയുണ്ടോ? അത് ഹലോ എടി, ഞാൻ മനപ്പൂർവ്വം ഇവിടെ നിന്നെ വിളിച്ചതാ. നീ എങ്ങനെയാ ഫോൺ വന്നെടുക്കുന്ന അറിയാൻ വേണ്ടിയായിരുന്നു. എടി, നീ ആ അരിപ്പൊടി കയ്യായിരുത്ത തൂത്തിട്ടാണോ വന്നെടുത്തത്? അത് ആ സ്പീക്കറിനകത്തോടെ കയറി കഴിഞ്ഞാൽ അതിന് കംപ്ലൈന്റ് വരുവരെ. സകലമൊക്കെ ഒരു ഉത്തരവാദിത്തം കാണിക്കില്ല ശിഖേ. എന്നാ എടി, നീ ആ ഫോൺ ചാർജ് ചെയ്യാനിട്ടേക്കുന്ന എവിടെയാടി? ആ കുഞ്ഞു ടേബിളല്ലോ. നീ അത് വൈബ്രേറ്റ് ചെയ്ത് എങ്ങനെ താഴെ പോയി പൊട്ടിയാലോ? അതാ കട്ടിലാലോ വലിയ കൊണ്ട് ചാർജ് ചെയ്യാനിട്. നീ എന്നെ കുറെ മടുത്തിയാ നിന്നെ കൊണ്ട് കേട്ടോ. തമാശ ഇതൊക്കെ മുടിപ്പിക്ക. ഇന്നാ നിങ്ങളുടെ ഫോണ്. എനിക്ക് നിങ്ങളുടെ ഫോൺ വേണ്ട. എനിക്ക് ഇച്ചിരി സ്വസ്ഥ സമാധാനം ആദ്യം വേണ്ടത്. നിങ്ങൾ കഴുത്തേ കെട്ടി തൂക്കുവോ വിൽക്കുവോ എന്തേലും ചെയ്തോ, എനിക്ക് വേണ്ട എന്തായാലും. അല്ല, ഫോൺ അവിടെ കുത്തി കിടന്നോട്ടെ, അതിന് പ്രശ്നമില്ല. അവിടെ കിടന്നോട്ടെ.